എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് ഈ ബട്ടൺ, ഈ ഡിക്കി ബട്ടൺ എന്തിനാണ് ടാറ്റ വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളതെന്ന്. കാരണം അത് ഡമ്മി ബട്ടൺ ആണോ എന്നൊക്കെ സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഉള്ളത് രണ്ട് വണ്ടിയും കമ്പയർ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് രണ്ട് വണ്ടി എടുത്തിരിക്കുന്നത്. ഒന്ന് വന്നിട്ട് ടാറ്റ ടിഗോറിൻ്റെ EVയും ഒന്ന് വന്നിട്ട് മാരുതി സിയാസിൻ്റെ വണ്ടിയാണ്. ഈ രണ്ട് വണ്ടി വന്ന് ടോപ്പ് എൻഡ് വണ്ടിയാണ്, രണ്ടും കീലെസ് ഓപ്ഷനുള്ള വണ്ടിയാണ്. ആക്ച്വലി കീലെസ് ഓപ്ഷനുള്ള വണ്ടിക്ക് മാത്രമാണ് ടാറ്റയ്ക്ക് ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി കുത്തിയിട്ടാണ്, നമുക്ക് വണ്ടി ഫുൾ ചാർജ് ആവാൻ വേണ്ടി 8 മണിക്കൂർ വേണം. ഇത് ആക്ച്വലി എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അതിനുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ പെർഫോമൻസ് എല്ലാ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഞാൻ പറയുന്നില്ല, റിപ്പീറ്റ് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാവേ. ഇവിടെ 96% ആയിട്ടുണ്ട്, 8 hours എടുക്കും വണ്ടി ഫുൾ ചാർജ് ആവേ. അപ്പോൾ നമുക്ക് നേരെ ബൂട്ട് സ്പേസിലോട്ട് പോകാം. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന റിക്വസ്റ്റ് സെൻസർ ടാറ്റയുടെ ഫുൾ ഓപ്ഷൻ വണ്ടികൾക്ക് മാത്രമാണ് 4 ബട്ടൺ റിമോട്ട് വരുന്നത്, അല്ലെങ്കിൽ 3 ബട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ബൂട്ട് ഓപ്പണിംഗ് ഓപ്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ സിയാസിൻ്റെ ബാക്കിൽ റിക്വസ്റ്റ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ റിക്വസ്റ്റ് സെൻസർ. ഇത് രണ്ട് വണ്ടിക്കും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ISRX എന്നുള്ള വണ്ടിയാണ്, ഫുൾ ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് താക്കോൽ രണ്ടിൻ്റെയും. ഈ കാണുന്നതാണ് മാരുതിയുടെ താക്കോൽ. ഇതിൽ നമുക്ക് ആക്ച്വലി ഡെഡിക്കേറ്റഡ് ബട്ടൺ കാണുന്നുണ്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് വണ്ടി ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നിട്ട് മാരുതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാറ്റയ്ക്ക് ഈ ഓപ്ഷൻ ഇല്ല. ഇതാണ് ആക്ച്വലി എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാരുതിയുടെ എല്ലാം ഡിക്കി ഓപ്പൺ ആവുന്നുണ്ട്, ടാറ്റയുടെ ഓപ്പൺ ആവുന്നില്ല എന്നാണ് ആൾക്കാർ മിക്ക ആൾക്കാരും പറഞ്ഞത്. ആക്ച്വലി കംപ്ലയിൻ്റ് അല്ല, അത് ഡമ്മി ബട്ടൺ അല്ല, അത് വ്യത്യാസം രണ്ട് വണ്ടി അതിൻ്റെയാണ്. ഇപ്പോൾ നമ്മുടെ താക്കോലുണ്ട്, നമ്മൾ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടിൽ നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്യാം, എൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും മാരുതിയുടെ കേസിൽ. അതേസമയം നമ്മൾ ടിഗോർ നോക്കുകയാണെങ്കിൽ അത് എന്തായാലും ഡിഫറെൻ്റ് ആണ്. ഇത് നമുക്ക് 3 രീതിയിൽ വണ്ടി ഓപ്പൺ ചെയ്യാം. ഒന്നൊന്ന് നമ്മുടെ ഡാഷ്ബോർഡിലെ ബട്ടൺ ഉണ്ട്, ഈ ഒരു ബട്ടൺ ഞെക്കി നമുക്ക് ഓപ്പൺ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ കയ്യിൽ താക്കോലുണ്ട്, നമ്മൾ റിക്വസ്റ്റ് സെൻസർ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് നമുക്ക് വണ്ടി ആദ്യം ലോക്ക് ചെയ്യാൻ കാണിച്ചു തരാം. ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആ കീ ഒന്ന് തൽക്കാലം മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ താക്കോലില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ആ റിക്വസ്റ്റ് സെൻസറിൻ്റെ റേഞ്ചിൻ്റെ ഔട്ടിലേക്ക് വെക്കുകയാണ്. അന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ നാച്ചുറലി ഓപ്പൺ ആകത്തില്ല, വണ്ടി ലോക്ക്ഡ് ആണ്. അപ്പോൾ വണ്ടി ഓപ്പൺ ആകത്തില്ല. ഇത് ഓപ്പൺ ചെയ്യണേ വേറെ ഓപ്ഷൻ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ ആ ഡമ്മി ബട്ടൺ എല്ലാവരും പറയാറുള്ള ആ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. കാരണം ധാരാളം വീഡിയോസ് ഡമ്മി ബട്ടൺ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഡമ്മി ബട്ടൺ അല്ല, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സൈഡിൽ ജസ്റ്റ് റെഡ് ലൈറ്റ് ഒന്ന് കത്തും, നമ്മുടെ റിമോട്ടിൽ അത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളൊന്ന് വന്ന് ഓപ്പൺ ചെയ്യണത് ഓപ്പൺ ആവും. നമുക്ക് അതിൻ്റെ റേഞ്ചിൽ വേണമെന്നില്ല, റിക്വസ്റ്റ് സെൻസറിൻ്റെ ഔട്ട് ഓഫ് റേഞ്ചിലാണ് റിമോട്ട് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ വ്യത്യാസമുള്ളത് നമുക്ക് രണ്ടാമത് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകത്തില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തു, രണ്ടാമത് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്നില്ല. അതാണ് ആ വ്യത്യാസം. അതായത് നമ്മളിപ്പോൾ താക്കോലിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ മാത്രമാണ് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നമുക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇത് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ബൂട്ട് മാത്രം ഓപ്പൺ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ്. നമുക്ക് വേറെ ആൾക്കും ഡോറ് ഒന്നും ഓപ്പൺ ചെയ്യേണ്ട, ജസ്റ്റ് ബൂട്ട് മാത്രം ഒരു തവണ മാത്രം ഓപ്പൺ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് വരുമ്പം ആക്ച്വലി അതിനുവേണ്ടിയാണ് അത് ടാറ്റ ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.